നമസ്കാരം, സെഡ്കോ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രതിഷേധങ്ങൾക്കിടയിലും ചൈനയ്ക്കെതിരെ 50% അധിക നികുതി കൂടി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ദിവസം മുൻപാണ് US ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന പ്രഖ്യാപിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി US പ്രഖ്യാപിച്ചതിന് പകരമായാണ് ചൈന USനെതിരെ പകര ചുങ്കം പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ എല്ലാ രാജ്യങ്ങൾക്കും 10% അടിസ്ഥാന നികുതി ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ചൈനയ്ക്ക് ആകെ ചുമത്തുന്ന നികുതി 94% ഉയരും. തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും തീരുമാനമാകാതെ ആശാസമരം. ഓണറേറിയം കൂട്ടണമെന്നതടക്കം 5 പ്രധാന ആവശ്യങ്ങളടങ്ങിയ നിവേദനം സമരസമിതി നേതാക്കൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി. ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്നാണ് തൊഴിൽ മന്ത്രിയുടെ ആശ്വാസവാക്ക്. അതിനിടെ വേതന വർധന പഠിക്കാൻ സമിതിയെ നിശ്ചയിക്കാമെന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ വ്യായാമം ഉറപ്പുവരുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കുന്നത്. മുനമ്പം വിഷയം വലിച്ചു നീട്ടി വഷളാക്കിയത് സംസ്ഥാന സർക്കാരാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ ജനങ്ങളോട് എല്ലാ മുസ്ലിം സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. ഈ സന്ദർഭത്തിൽ കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങളുമായി വന്നിരുന്നുവെങ്കിൽ വർഗീയമായി ജനങ്ങളെ വിഭജിക്കാതെ വിഷയം രമ്യമായി പരിഹരിക്കാനാകുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. വെള്ളാപ്പള്ളി നടേശൻ ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന പ്രസംഗത്തിൽ വ്യക്തതയില്ലെന്നതാണ് കേസെടുക്കാൻ സാധിക്കില്ലെന്നതിന് കാരണമായി ലഭിച്ച നിയമോപദേശം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി നടൻ ശ്രീനാഥ് ബാസി പിൻവലിച്ചു. കേസ് അന്വേഷിക്കുന്ന എക്സൈസ് സംഘം നിലവിൽ താരത്തെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പിൻവലിച്ചത്. നടന്റെ ഹർജി ഈ മാസം 22-ന് പരിഗണിക്കാൻ ഹൈക്കോടതി നേരത്തെ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അപേക്ഷ പിൻവലിച്ചത്. കൊല്ലം കോട്ടുകൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൽ RSS ഗണഗീതം പാടിയെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ്. കോട്ടുകൽ സ്വദേശി പ്രതിൻരാജിന്റെ പരാതിയിൽ കടയ്ക്കൽ പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തത്. നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് എന്ന ഗാനമേള ട്രൂപ്പിലെ പാട്ടുകാരാണ് കേസിൽ 1-ാം പ്രതി. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കെതിരെയും ഉത്സവ കമ്മിറ്റിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ MSC തുർക്കി ഇന്ന് വിഴിഞ്ഞം ബെർത്തിലെത്തും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിന്റെ വിഴിഞ്ഞത്തേക്കുള്ള വരവ് ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന് ഒരു പ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന K-സ്മാർട്ട് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് പൂർണ്ണ സജ്ജമാകും. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും K-സ്മാർട്ട് പോർട്ടലിലൂടെ ലഭിക്കും. ഏപ്രിൽ 10 മുതൽ പഞ്ചായത്തുകളിലും സേവനം എത്തിത്തുടങ്ങും. ഗോഡ്സെയെ പ്രകീർത്തിച്ച് വിവാദത്തിലായ ഷൈജ ആണ്ടവൻ യുവജന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കാലിക്കറ്റ് NITയിൽ ഡീനായി ചുമതലയേറ്റു. ഷൈജ ആണ്ടവന്റെ നിയമനത്തിനെതിരെ SFIയും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. 20ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.